അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് കിട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, യാ അഹ്ലൽ ഖുർആൻ, ഓ ഖുർആൻ്റെ അഹ്ലുക്കാരെ, ഔത്തിറു, നിങ്ങൾ വിത്തിർ നിസ്കരിക്കൂ. ഫഇന്നല്ലാഹ വിത്തിറുൻ, നിശ്ചയം അള്ളാഹു ഒറ്റക്കായിട്ട് കിട, ഒരാളായിട്ട് കിട. യുഹിബുൽ വിത്ര, അള്ളാഹു ഒറ്റ ഒന്നിൽ അള്ളാഹു ഇഷ്ടപ്പെടുക. അപ്പോൾ ഖുർആൻ്റെ അഹ്ലുക്കാരെ പ്രത്യേകിച്ചിട്ടും ഒരു വിളിച്ചിട്ട് ചെന്ന ഒരു വിളിയായിട്ട് കിട, വിർസത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഖുർആൻ്റെ അഹ്ലുക്കാരായ ഞങ്ങളെ മേൽ വിത്തിർ നിസ്കാര ചിലത് മൊക്കതായ ഒരു സുന്നത്തായിട്ട് കിട. ഹനഫി കൂട്ടക്കാർക്ക് വിത്തിർ നിസ്കാര നിർബന്ധമായിട്ട് വാജിബായിട്ട് കിട. ഞങ്ങൾക്കത് സുന്നത്തായിട്ട് ഇമാം ഷാഫി പരിപാടി തന്നത്. ആ വിത്തിർ നിസ്കാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അള്ളാഹു വളരെ ഇഷ്ടപ്പെട്ട ഒരു നിസ്കാരമായിട്ട് കിടന്നു. ഇശാ കഴിഞ്ഞിട്ട് സുബൈരെ മുന്നലായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമായിട്ട് കിട വിത്തിർ. അതിലെ കനിഷ്ഠ ഒരു റക്കാത്തും അധികരിച്ചെങ്കിൽ പോണെന്ന് റക്കാത്തും. സാധാരണയായിട്ട് ഒരു 3 റക്കത്തെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചിട്ട് വേണം. അവൻ്റെ ദൈനംദിനമായ നാളിൽ സുബൈരെ പിടിച്ച് ജാവത്തുള്ളതായ ഇബാദത്തിൽ നിസ്കാരത്തിൽ അവസാനത്തെ നിസ്കാര വിത്തറായിട്ടിക്കൽ സുന്നത്തായിട്ടിക്കൽ. അപ്പോൾ ഞങ്ങൾ എല്ലാം നിസ്കരിച്ചാൽ പിന്നെ ലാസ്റ്റ് വിത്തർ നിസ്കരിക്കൽ നല്ലതായിട്ട് കിട്ടും. ചില ആൾമാർക്ക് പിന്നെ നമുക്ക് തഹജ്ജുദ് എനിക്ക് സാധ്യമാവില്ല, ചിലരുടെ ആ ഒരു തഹജ്ജുദ് നിസ്കരിക്കുക എനിക്ക് സാധ്യമില്ല ചിലരുടെ മനസ്സിൽ വന്നിട്ടായെങ്കിൽ അതിലേക്ക് നമുക്ക് ജാവുക എന്താക്കാതെ നിസ്കരിക്കാം. ഇശാ നിസ്കരിച്ചിട്ട് 2 റക്കാത്ത് റവാത്തിബ് നിസ്കരിച്ചിട്ട് അത് പിന്നെ ഒരു 3 റക്കാത്ത് വിത്തർ നിസ്കരിക്കാം. 2 റക്കാത്ത് സലാം വീട്ടിട്ട് പിന്നെ 1 റക്കാത്ത്. ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കുക ഉണ്ടായെങ്കിൽ ജാവ് എഞ്ച് നിസ്കരിക്കുക നമുക്ക് ഗ്യാരണ്ടി ഉണ്ടായെങ്കിൽ സുബൈരെ മുന്നലായിട്ട് എണിച്ചിട്ട് സുബൈ ബാങ്കയുടെ മുന്നലും തഹജ്ജുദ് 2 റക്കാത്ത് നിസ്കരിച്ചിട്ട് പിന്നെ 3 റക്കാത്ത് വിത്തർ നിസ്കരിക്കുക. ഇനി ഒരാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കുകയോ കഷ്ടമുണ്ടായെങ്കിൽ ജാവ് കഴിച്ചിട്ട് 3 റക്കാത്ത് നിസ്കരിച്ചെങ്കിലും അതും എന്താണോ അത് തഹജ്ജുദിൽ പെടും. ഒട്ടറാശ ആ ടൈമിൽ നിസ്കാരമൊന്നും നിസ്കരിക്കണമല്ലേ. അപ്പോൾ ആ നിലക്ക് കാല് വെച്ചിട്ട് ജാവ് വിത്തർ നിസ്കരിച്ചെങ്കിലും അത് തഹജ്ജുദിൽ എണ്ണപ്പെടും. തഹജ്ജുദ് സെപ്പറേറ്റായിട്ട് വേറെ നിസ്കരിച്ചിട്ട് പിന്നെ 3 റക്കാത്ത് വിത്തർ നിസ്കരിച്ചിട്ട് ഭാര്യ നല്ലതായിട്ട് കിട്ടും. എത്രയോ മഹാന്മാർ 3 റക്കാത്ത് വിത്തർ നിസ്കാരം ദായ്മയായി നിസ്കരിക്കുക. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 റക്കാത്തെങ്കിലും നിസ്കരിക്കണം. കാരണം അതിനെ സംബന്ധിച്ചിട്ട് വളരെ ഗൗരവമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത്, അൽ വിത്തുർ ഹക്കുൻ ഫമല്ലം യൂത്തിർ ഫലൈസ മിന്ന. വിത്തർ പ്രത്യേക അടിമയുടെ മേലും പ്രത്യേക ആളുടെ മേലും ഹക്കായിട്ട് കിട്ടും. അത് നിസ്കരിച്ചിട്ട് വേണം. ആരെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ അവൻ നന്നറിൽ പെട്ടവനല്ല. ചിലരുടെ ഹദീസ് ഇമാം അഹ്മദ്, അബൂ ദാവൂദ് പോലത്തെ പിന്നെ ഗ്രന്ഥത്തിൽ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഹനഫി കൂട്ടക്കാർ അതിനെ നിർബന്ധമാണ് ചെല്ല്. അപ്പോൾ ഞങ്ങൾക്ക് നിസ്കരിച്ചിട്ട് വേണം. എന്നൊരു ഹദീസ് നോക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല്, ഖദ് അമദ്ദക്കുമുല്ലാഹു ബിസ്വലാത്തിൻ ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുമുരിൻ നഅം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു പിന്നെ ഒരു ഖൈറായ ഒരു നിസ്കാര പരിപാടി തന്നറ. അത് എവിടുത്തോ എത്ര പേരെ ഹൈറ് ചെന്നെങ്കിൽ അത് ചുവന്ന വട്ടക്കത്താൻ്റെയാറ ഹൈറായിട്ട് കിടും. ഞങ്ങൾക്കെല്ലാം കൊണ്ടുള്ള അറബിങ് ചുവന്ന വട്ടക ചെന്നെങ്കിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു പിരിസായിട്ട് കിടും. ഇന്നത്തെ മർസിഡീസ് അല്ലെങ്കിൽ ബെൻസ് കാറിൻ്റെ കാൻ്റെയാറ ഞങ്ങൾക്ക് ഒരു വലിയ ബലപാടുള്ള ഒരു വസ്തുവായിട്ട് കിടും, വാഹനമായിട്ട് കിടും ചുവന്ന വട്ടക. ഇങ്ങനെ അതിനാൻ്റെയാറ ഹൈറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അതേതായിട്ട് കിട് അതായിട്ട് കിട് വഹിയൽ വിത്തുറു, അത് വിത്തർ നിസ്കാരമായിട്ട് കിട്. ഫജഅലഹാ ലക്കും ഫീമാ ബൈനൽ ഇശാഇൽ ആഖിറ ഇലാ തുലൂഇൽ ഫജ്ർ. അത് ഇശായുടെയും ഫജ്റിൻ്റെ ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമായിട്ട് കിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്നെ. അപ്പോൾ അത്രയും മഹത്വമുള്ളതായ ഒരു വലിയ പുണ്യദായകമായ ഒരു നിസ്കാര വിത്തർ നിസ്കാര. ദൈനംദിന ജീവിതത്തിൽ അത് നിസ്കരിക്കുക ഞങ്ങൾ എപ്പോഴും പ്രയത്നമാക്കണം. അത് നിർബന്ധമാണ് ചെന്നതായ ഇമാമിങ്ങ ഉള്ളാറ്. അതുകൊണ്ട് അതിൽ ഞങ്ങൾ കരകണിക്കുക തീരാ. ഞങ്ങളുടെ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് കനിഷ്ഠ 1 റക്കാത്തെങ്കിലും ഞങ്ങൾ ലാസ്റ്റ് നിസ്കരിക്കണം. വിത്തർ നിസ്കാരം നിസ്കരിക്കടാ ചെന്നിട്ട് 2 റക്കാത്ത് നിസ്കരിച്ചിട്ട് പിന്നെ എണിച്ചിട്ട് 1 റക്കാത്ത് നിസ്കരിക്കുന്നത് നല്ലതായിട്ട് കിട്ടും.
ആ ഒരു റക്കാത്ത് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതിട്ട് പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു റബ്ബിൽ ഫലഖ്, ഖുൽ ഔദു റബ്ബിൻ നാസ് ഓതുക. പിന്നെ ഫസ്റ്റ് 2 റക്കാത്ത് നിസ്കരിക്കണ്ടായെങ്കിൽ നിങ്ങൾക്ക് സബ്ബീഹ് ഒന്നാമത്തെ റക്കാത്തിലും 2ാമത്തെ റക്കാത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക സുന്നത്തുണ്ട്. സാധാരണ ഞങ്ങൾ തറാവിയിലെ നിസ്കാരത്തിൽ തറാവിയുടെ പിന്നെ ഞങ്ങൾ സാധാരണ റമദാനിൽ ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്. പക്ഷേ ചില ആൾമാർ അത് റമദാനിന് മാത്രം സ്പെഷ്യൽ വിചാരിച്ചിട്ട് അല്ല, റമദാൻ അല്ലാത്ത സമയത്തിലും നിങ്ങൾക്ക് അത് നിസ്കരിക്കൽ പ്രബലമായ സുന്നത്തായിട്ടിക്കൽ. ഇന്ന് സൂറത്തെല്ലാം കൊന്തില്ല ചെന്നിട്ട് അങ്ങനെ നിസ്കരിക്കാതിരിക്കൽ സമമല്ല. അപ്പോൾ സൂറത്ത് ഓതിലെങ്കിലും തന്തരില്ല, നിങ്ങൾക്ക് അത് സുന്നത്തായിട്ടിക്കൽ. പിന്നെ ഫസ്റ്റ് 2 റക്കാത്ത് അങ്ങനെ നിസ്കരിക്കുക. പിന്നെ ലാസ്റ്റിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു റബ്ബിൽ ഫലഖ് എല്ലാവർക്കും കൊന്തുള്ള സുന്നത്തായിരിക്കും. ഏതായാലും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ വിത്തർ നിസ്കാരം ഒരു ഭാഗമായിട്ടിക്കൽ ഭാര്യയൊരു വലിയൊരു കൂലി കിട്ടൊരു ഇബാദത്തായിട്ടിക്കൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.